കൊല്ലം ചിതറയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തതായി പരാതി. ചിതറ മുതയിൽ സ്വദേശി അരുണിന്റെ മരണത്തിലാണ് കുടുംബത്തിന്റെ ആരോപണം. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ വീടിന് സമീപം ഭീഷണിയുമായി എത്തിയതായി അരുണിന്റെ ഭാര്യ മൃദുല പറഞ്ഞു. മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം ചിതറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവര് നിരന്തരമായിട്ട് ഇങ്ങനെ വിളി ശല്യം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ മുടക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസത്തിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് അതുപോലെ അവർ ക്ഷമിക്കാൻ തയ്യാറായില്ല. അപ്പൊ എൻ്റെ ഭർത്താവിനെ വിളിച്ച എന്തെല്ലാം പറഞ്ഞാണോ അത് സഹിക്കാൻ വയ്യാതെയായിരിക്കും ആണ് ഈ അബദ്ധം കാണിച്ചത്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന്. ജയശങ്കർ, ഗുരുതരമായ പരാതിയാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ജയശങ്കർ? ഞായറാഴ്ച വൈകിട്ടാണ് ആ വീടിൽ തൂങ്ങി മരിക്കുന്നത്. ബന്ധുക്കളാണ് ഇത് കാണുന്നത്. ഇതിന് പിന്നാലെയാണ് കുടുംബം ഈ മരണത്തിന് ഉത്തരവാദികൾ, മരണത്തിലേക്ക് നയിച്ചത് ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ നിരന്തരമായ ഭീഷണി എന്നാണ് നിലവിൽ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ചിതറ പോലീസിൽ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം ഒരു സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും 40,000 രൂപ കടമെടുത്തിരുന്നു. അത് ഭാര്യയുടെ അനുജത്തിയുടെ പേരിലാണ് ഇത്തരത്തിൽ പണം എടുത്തത്. ഈ പണം ഏകദേശം 1 മാസത്തോളം അടവ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അരുൺ ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട അസുഖവുമായി ചികിത്സയിലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അടവ് മുടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ഈ ഏജൻസിക്കാർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യത്തിൽ മാനസികമായ ബുദ്ധിമുട്ടോടു കൂടിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചിതറ പോലീസ് ഈ പരാതി സ്വീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുണിന്റെ ഫോൺ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇവരുടെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തതായി വിവരമില്ല. എങ്കിൽ പോലും കുടുംബത്തിന്റെ ഒരു ആരോപണം ഇത്തരം സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണി മൂലമാണ് അരുൺ മരണപ്പെട്ടതില്ലെങ്കിൽ അരുൺ ആത്മഹത്യ ചെയ്തതെന്നാണ്. എന്തായാലും പോലീസ് ഈ വിഷയം കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലേക്ക് കടക്കണമെന്ന കാര്യത്തിൽ ചിതറ പോലീസ് തീരുമാനമെടുക്കുക. ജയശങ്കർ, 40,000 രൂപയാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയത് എന്ന് പറയുന്നു. എത്രയാണ് അവർക്ക് കൊടുക്കാനുള്ള തുക? എന്നാണ് ഇദ്ദേഹം ജീവനൊടുക്കിയത്? അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ജയശങ്കർ? അതായത് ഞായറാഴ്ചയാണ് ഇദ്ദേഹം സ്വന്തം വീട്ടിൽ ജീവനൊടുക്കുന്നത്. വൈകിട്ടോടു കൂടി ബന്ധുക്കൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 40,000 രൂപ എടുത്തു. കുറച്ചധികം എത്ര അടവുകൾ അടച്ചു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനിയും വ്യക്തത വരാനുണ്ട്. ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് 2 മാസത്തോളമായി മഞ്ഞപ്പിത്തം പിടിച്ച് വീട്ടിൽ കിടക്കുകയായിരുന്നു. ഇതുകൊണ്ട് ജോലിക്കും മറ്റും പോകാൻ സാധിച്ചില്ല. 1 മാസത്തെ അടവ് മാത്രമാണ് മുടങ്ങിയിരുന്നത്. ഈ 1 മാസത്തെ അടവ് മുടങ്ങിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവർ ഭീഷണി നടത്തിയത്. ഈ അരുൺ മരിക്കുന്ന സമയത്ത് ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഏജന്റ് വീടിനടുത്തുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ ആത്മഹത്യക്ക് തൊട്ടു മുമ്പ് പോലും ഭീഷണിപ്പെടുത്തി എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ വിഷയം ചിതറ പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കേസെടുത്തൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോലീസ് കൃത്യമായ പരിശോധന നടത്തുന്നു. കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മൊബൈൽ ഫോണും മറ്റും പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ്. എന്തായാലും പോലീസ് ഇത്തരം പരിശോധനകളിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. ഇതിലൊരു വ്യക്തത വരുന്നതിനനുസരിച്ച് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സർക്കാർ ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പണം അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ പാടില്ല, നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന്. പക്ഷേ അതിലേക്ക് കടന്നിട്ടുണ്ടോ, അതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള ഭീഷണികളിലേക്ക് കടന്നത് മൂലമാണോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. എന്തായാലും അരുണിന്റെ ഭാര്യ നിലവിൽ പറയുന്നത്, അല്ലെങ്കിൽ കുടുംബം പറയുന്നത്, ഇത്തരത്തിലുള്ള നിരന്തര ഭീഷണികളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്തായാലും AV ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത്. പോലീസിന്റെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തൃശൂർ മാള ഗുരുതിപ്പാലയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷയ് കൃഷ്ണയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂരജ് സജ്ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ് സൂരജ്? ഇന്ന് വൈകുന്നേരം 4:30 ഈ കുരുതിപ്പാലത്തെ വാടക വീട്ടിലെ ചായ്പിന് മുകളിൽ പട്ടികയിൽ തൂങ്ങിയ നിലയിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നത്. എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരകം ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച ഉടനെ തന്നെ ഈ വിവരം അറിഞ്ഞു. അത് കഴിഞ്ഞ് ഈ കുട്ടി അവിടെ നിന്ന് രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മൃതദേഹം നിലവിൽ ഈ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്
പുരോഗമിക്കുകയാണ്. ഈ മരണകാരണം എന്ത് എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം അത് പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. ടി കെ. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.